ലൈഫ് ലെസൺസ് ഫ്രം ദുബായ്. ഒരുപാടുണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കണ്ണടച്ച് ആരും വിശ്വസിക്കരുത്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ആരുടെ പറയരുത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മണി, അതായത് നമ്മൾ എത്രത്തോളം പൈസ ഉണ്ടാക്കുന്നുണ്ടോ അത്രത്തോളം പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത്രത്തോളം പൈസ നമുക്ക് ചെലവാക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വാല്യൂ ഓഫ് ഹാർഡ് വർക്ക്, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടോ അതിനുള്ള റിസൾട്ട് ഒക്കെ ഇത്തിരി വൈകിയാണെങ്കിലും നമുക്ക് കിട്ടും. നാലാമത്തെ കാര്യം ടൈം മാനേജ്മെന്റ് ആണ്. ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫാണ്, പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയം കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റും. അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചാൽ അഡാപ്റ്റബിലിറ്റി ആണ്. അതായത് ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഏതൊരു സിറ്റുവേഷനിലും കൊണ്ടിട്ടാലും ജീവിക്കാൻ പഠിക്കും. അത് ഞാൻ മാത്രമല്ല കേട്ടോ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതുപോലത്തെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഹോം സിക്നെസ് ആണ്. അതായത് വീട്ടുകാരൊക്കെ പിരിഞ്ഞിരിക്കുന്ന വിഷമൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. പിന്നീടൊക്കെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ കൂടി വന്നാൽ 1-2 മാസം, അതിൽ കൂടുതലൊന്നും ഒരിക്കലും നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ നിൽക്കൂല കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ 100-ലധികം രാജ്യക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ദുബായ്. ഇവിടെ നമ്മുടെ ഓഫീസിൽ തന്നെ പല രാജ്യക്കാരുണ്ടാവും. എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, എല്ലാവരുടെയും അവരുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊരു കാര്യമായാലും റെസ്പെക്ട് കൊടുക്കുക. ഈ ഒരു കാര്യമൊക്കെ പഠിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ്. പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്തെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ.